ഹലോ ഡിയേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും യാത്രയിൽ പലപ്പോഴും നമുക്ക് വേദനയുടെ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. മനസ്സിന്റെ ആഴത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത മുറിവുകൾ ചിലപ്പോൾ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കാറുമുണ്ട്. ഈ മുറിവുകൾ ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം. പക്ഷേ മുറിവ് ഏത് തരത്തിലുള്ളതായാലും അത് മാറ്റാനും അതിൽ നിന്ന് പുറത്തു കിടക്കാനും ഒരു ആശ്വാസം നേടാനും നമുക്ക് കഴിയുമെന്ന് നാം ഓർക്കണം. ഹീലിംഗ് എന്നത് കണക്കുകളാലോ മരുന്നുകളാലോ മാത്രം നിശ്ചയിക്കപ്പെടുന്ന ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ്. ക്ഷമ, സ്നേഹം, അനുഗ്രഹം, ആത്മബോധം, ഈ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം പുനഃസ്ഥാപിക്കാം. നമുക്ക് നേരിടേണ്ടി വന്ന മുറിവുകൾ എത്ര ആഴത്തിലുള്ളതുമാകട്ടെ, നമ്മുടെ ഉള്ളിൽ അതിനു മുകളിൽ ഉയരാനുള്ള ശക്തിയുണ്ട്. സ്നേഹവും കരുണയും കൊണ്ട് നമുക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന വിശ്വാസം നിലനിർത്തുക. നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും മുറിവുകളുണ്ട്. പക്ഷേ ആ മുറിവുകൾ കൊണ്ട് നാം നശിക്കേണ്ടതുണ്ടോ? നമുക്ക് ആ മുറിവുകൾ വളരെ ഗൗരവത്തോടെ കാണാം. അവയെ ന്യായവിധി കൂടാതെ സ്നേഹത്തോടെ മനസ്സിലാക്കാം. ഹീലിംഗ് എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ഡെനിസ് ഫ്രോമാന്റെ പ്രശസ്തമായ വരികൾ ഇങ്ങനെയാണ്: യുവർ wound is probably not your fault, but your healing is your responsibility. നിങ്ങളുടെ മുറിവ് നിങ്ങളുടെ തെറ്റല്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹീലിംഗ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് നമ്മളുടെ ഹീലിംഗ് നമ്മുടെ ഉത്തരവാദിത്തമാകുന്നത്? പലപ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്: ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, അവരല്ലേ എന്നെ വേദനിപ്പിച്ചത്, അപ്പോൾ അവര് തന്നെയല്ലേ അത് തിരുത്തേണ്ടതും. ഈ ചിന്തകളിലൂടെ നമ്മൾ പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹീലിംഗിന്റെ ഉത്തരവാദിത്തം നമ്മൾക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വേദനകളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വികാരങ്ങളും നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമാണ് അത് അനുഭവപ്പെടുന്നത്. അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിനാൽ അതിന്റെ പരിഹാരവും നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പലപ്പോഴും മറ്റുള്ളവർ നമ്മോട് സിമ്പതി കാണിച്ചേക്കാം. പക്ഷെ സിമ്പതി കൊണ്ട് ഒരിക്കലും ഹീലിംഗ് സംഭവിക്കില്ല. അത് സെൽഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ഒക്കെ വെൽബീയിങ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പല സന്ദർഭങ്ങളിലും പലരും നമ്മളോടൊപ്പം ഉണ്ടാകാം. പല ഉപദേശങ്ങളും അവർ നമുക്ക് നൽകിയിരിക്കാം. പക്ഷെ അവർക്കാർക്കും എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തമുഖത്തെ കാണേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെ നിന്നും തിരിച്ചു നടക്കേണ്ടതും നമ്മളാണ്. നമ്മുടെ ഭീതികൾ, വീഴ്ചകൾ, ഓർമ്മകൾ അതെല്ലാം ആത്മധൈര്യത്തോടെ നേരിടേണ്ടതും നമ്മൾ തന്നെ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവർ നമ്മളോട് അനീതി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയതെന്നും കരുതി കഴിയുമ്പോൾ ഒരു വിക്ടിമിന്റെ റോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏറ്റെടുക്കുന്നു. പക്ഷെ
ഈ വേദനയുമായി ഇനി ഞാൻ മുന്നോട്ടില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഹീലിംഗ് ആരംഭിക്കുന്നു. അവിടെ നമ്മൾ സ്വതന്ത്രരാകുന്നു. അവിടെ നമ്മളുടെ സ്പിരിച്വൽ ലിബറേഷനും സ്റ്റാർട്ട് ചെയ്യുന്നു. പലർക്കും തോന്നും സമയം എല്ലാത്തിനെയും മറക്കാൻ സഹായിക്കുമെന്ന്. പക്ഷെ കാലമെല്ലാം മായ്ക്കില്ല. ആത്മബോധം മാത്രമാണ് മാറ്റം വരുത്തുക. ഇന്നർ സെൽഫിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ പുതിയ നല്ല മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പ് നമ്മൾ ആരംഭിക്കുന്നു. ബാല്യകാലത്തിൽ നാം നേരിട്ട അവഗണനയും അവഹേളനയും ഒക്കെ ജീവിതകാലം മുഴുവൻ നമ്മെ വേട്ടയാടുന്നു. അപ്രതീക്ഷിതമായ വേർപിരിയലുകളും വിടവാങ്ങലുകളും ഒക്കെ തീർത്ത സങ്കടക്കടലിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മുങ്ങിത്താഴേണ്ടി വരുന്നു. ഇതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആനന്ദം നിറഞ്ഞ നിമിഷങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇതിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ മാത്രമാണ്. കാൾ യൂങ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എനിക്ക് സംഭവിച്ചത് ഞാനല്ല, പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ. I am not what happened to me. I am what I choose to become. ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ഞാനായി മാറുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു. ബാഹ്യലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാൻ നമുക്ക് അവസരമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൽ തുടരണമോ വേണ്ടയോ എന്നത് നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പുകളാണ്. ശ്രീബുദ്ധയുടെ പ്രശസ്തമായ വാക്കുകളാണ്: പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ, സഫറിങ് ഈസ് ഓപ്ഷണൽ. അതെ, തിരഞ്ഞെടുപ്പുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വേദനകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ മറ്റാർക്ക് സാധ്യമല്ല. അതിനുവേണ്ടി മാനസിക പ്രതിബദ്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നാം പ്രവർത്തിച്ചേ മതിയാകൂ. നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും അവഗണനയും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുന്നു. ഇതൊഴിവാക്കാനായി ക്ഷമാപൂർവം മറ്റുള്ളവരോട് ക്ഷമിച്ച് സ്വയം ക്ഷമിച്ച് ഹീലിംഗിന്റെ പാതയിലേക്ക് നമ്മൾ നടന്നേ മതിയാകൂ. നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഭൂമിയിലെ മനോഹരമായ ഈ ജീവിതത്തിന് മൂല്യം കൽപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടേതായ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തേ മതിയാകൂ. മാറ്റാൻ പറ്റുന്നതിനെ മാറ്റിക്കൊണ്ടും മാറ്റാൻ കഴിയാത്തതിനെ അതുപോലെ സ്വീകരിച്ചുകൊണ്ടും വിധിയെ പഴിക്കാതെ ചുറ്റുമുള്ളവരെ ന്യായം വിധിക്കാതെ ജീവിതത്തിന്റെ പുതിയ വഴിത്താരകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് ഹീലിംഗ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. കാരണം ഹീലിംഗ് ഒരു റിവേഴ്സ് ബട്ടൺ അല്ല, അതൊരു റീബിൽഡ് ബട്ടണാണ്. ഹീലിംഗ് ജേർണിയിൽ ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ടത് നമുക്കുണ്ടായ മുറിവുകളെ സ്വയം അംഗീകരിക്കുക എന്നതാണ്. ആ മുറിവുകളെ അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വരും. സ്വയം ക്ഷമിക്കുകയും ചുറ്റുമുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ എളുപ്പമാകും. വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം സ്നേഹിച്ച് എല്ലാത്തിനും എനിക്ക് അർഹതയുണ്ട് എന്ന
ഉദാത്തമായ ചിന്ത നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ യാത്രയുടെ വേഗത കൂടുന്നു. നമ്മുടെ ഈ ഹീലിംഗ് ജേർണിയിൽ മനസ്സിലും ഹൃദയത്തിലും നമുക്ക് ആവർത്തിച്ചുറപ്പിക്കാം, മൈ ഹീലിംഗ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അതെ, മൈ ഹീലിംഗ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, മൈ ഹീലിംഗ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഹീലിംഗിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ നിമിഷവും ഈ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.